അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. എല്ലാവർക്കും NIOS പ്ലസ് ടു അറബിക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ബിലാദി എന്നുള്ള പാഠമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റീസുകളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആക്ടിവിറ്റീസുകളൊക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 ആയ ഹുക്കൂക്കുൽ ഇൻസാൻ എന്നുള്ള പാഠമാണ്. ഇസ്മുദർസി ഹുക്കൂക്കുൽ ഇൻസാൻ. എന്താണ് ഹുക്കൂക്കുൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ? ഹുക്കൂക്ക് പറഞ്ഞാൽ അവകാശങ്ങൾ. ഹക്കും ഹുക്കൂക്ക്. ഹുക്കൂക്ക് പറഞ്ഞാൽ അവകാശങ്ങൾ. അൽ ഇൻസാൻ മനുഷ്യൻ്റെ. അപ്പോൾ മനുഷ്യരുടെ അവകാശങ്ങൾ എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്. ഈ താരീഫും ബിദർസി. നമുക്ക് നമ്മുടെ പാഠത്തിലൂടെ നമ്മൾ എന്താ പഠിക്കണമെന്ന് നോക്കാം. യഹ്ദഫു ഹാദ ദർസില താലീമുൽ മുബ്തദ വൽ ഖബർ. യഹ്ദഫു ഇത് ലക്ഷ്യം വെക്കുന്നു. ഹാദ ദർസി പാഠം ഇല താലീമു മുബ്തദ വൽ ഖബർ. അതായത് മുബ്തദ എന്താണ്, ഖബർ എന്താണെന്നുള്ള ഗ്രാമാറ്റിക്കൽ ഭാഗമാണ് നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ളത്. ഇസ്താദമ ബിവാസിതത്തു ദർസി ഹൗല ഹുക്കൂക്കുൽ ഇൻസാൻ. അതായത് മനുഷ്യാവകാശങ്ങൾ എന്ന ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് മുബ്തദ എന്താണ്, ഖബർ എന്താണെന്ന് പഠിക്കുന്നു. അപ്പോൾ മുബ്തദ എന്താണ്, ഖബർ എന്താണ് നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാനം പഠിക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിക്കാം. എന്താണ് ഹുക്കൂക്കുൽ ഇൻസാൻ? മനുഷ്യരുടെ അവകാശങ്ങൾ. ഖുദിയത്തും മുഹിമ്മത്തും ബൈന ബനി ആദം. അതെന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാകുന്നു. മുസ്തമിറത്തും ബൈന ലോഫാവ് വൽ അക്വിയാ ഫി കുല്ലു അസ്ർ വ മിസ്ർ. മുസ്തമിറത്ത് തുടരുന്നു. ബൈന ലോഫാവ് വൽ അക്വിയാ. ലോഫാദറ ദുർബലർ, വൽ അക്വിയാ ശക്തർ. ഫി കുല്ലു അസ്ർ വ മിസ്ർ. മിസ്ര എല്ലാ കാലത്തും എന്താണ്, ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹാവല സുഅമാ കസീറൻ ഫി മുഖ്തലിഫു അക്താറു ആലിമുൽ താലിബു അല ഹാദിയിൽ മുഷ്കിലത്ത്. ഹാവല സുഅമാ കസീറൻ ഫി മുഖ്തലിഫുൽ അക്താർ പറഞ്ഞാൽ എന്താണ്, ഹാവലാന പരിശ്രമിക്കുന്നു. സുഅമാ ധാരാളം നേതാക്കൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഫി മുഖ്തലിഫു അക്താറു ആലം ലി താലിബു അല ഹാദിഹിൽ മുഷ്കിലത്ത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതായത് മനുഷ്യാവകാശപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ധാരാളം നേതാക്കൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വളയം എത്തമക്കനും ഈ ഹല്ലഹ ഹല്ലേ വ മക്കനിയ. അതായത് അവർക്കൊന്നും എന്താണ്, ഇത് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ജിത്തമോ അവർ ഒരുമിച്ച് കൂടി ഫി പാരീസ്. എവിടെ? പാരീസിൽ, ഫ്രാൻസിൽ. 1889 എല്ലാവരും എന്താണ്, ഇവിടെ ഒരുമിച്ച് കൂടി. വസ്തിറു ഏലാനഹുൽ ലി ഹുക്കൂക്കുൽ ഇൻസാൻ. അസ്തിറു എന്ന് പറഞ്ഞാൽ അവർ പുറപ്പെടുവിപ്പിച്ചു. ഏലാനഹു ഒരു പ്രഖ്യാപനം. ലി ഹുക്കൂക്കുൽ ഇൻസാൻ എന്തിനു വേണ്ടി? മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി. ഇസ്ര സൗറത്തുൽ ഫർനസിയ. എന്താണ് ഇസ്ര എന്ന് പറഞ്ഞാൽ ശേഷം. സൗറത്ത് പറഞ്ഞാൽ, സൗറത്തുൽ ഫർനസിയ പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം. അല്ലത്തി അദ്ദത്തി ഇലൽ ഖലാഉ അല നിലാമുൽ മൽക്കി ഫി ഫർനിസ്. 1799 എന്താണ്, ഇത് അവിടുത്തെ രാജഭരണത്തെ ഇല്ലാതാക്കി. ഇയാലാനുൽ മബാദിഉ ഈ ഡെമോക്രാറ്റിയ അൽ മനാദാത്ത്. അതിനുശേഷം എന്താണ്, ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് ഇത് പ്രഖ്യാപിക്കപ്പെട്ടു. അതായത് രാജഭരണം അവസാനിച്ചു, ഒരു ജനാധിപത്യ രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. ബിൽ ഹുരിയത്ത് വൽ മസാവാത്ത് വൽ ഇഹാഹ്. അവിടെ എന്താണ്, സ്വാതന്ത്ര്യവും സമത്വവും. ഇഹാഹ് പറഞ്ഞാൽ സാഹോദര്യത്തിനു വേണ്ടി. സുമ ഫി സാൻ ഫ്രാൻസിസ്കോ അമേരിക്ക 1945 മീലാദ് തഹ്ത ലിവാ മുനല്ലിമത്തുൽ ഉമമുൽ മുത്തഹിദ. അതെന്താണ്, സുമാറിന് ശേഷം ഫി സാൻ ഫ്രാൻസിസ്കോ അമേരിക്കയിൽ 1945 തഹ്ത ലിവാ മുനല്ലിമൽ ഉമമുൽ മുത്തഹിദ. അതായത് അമേരിക്കയുടെ പതാകക്ക് കീഴിൽ എന്താണ്, ഐക്യരാഷ്ട്രസഭ ഒരുമിച്ച് കൂടി. മൊക്കറഹ റഈസി ദാഇമ ഫി ന്യൂയോർക്ക്. അതായത് യുണൈറ്റഡ് നേഷൻ്റെ ആസ്ഥാനം ന്യൂയോർക്കിലാണ് എന്നുള്ള വെറുതെ ഒന്ന് ബ്രാക്കറ്റിൽ കൊടുത്തു എന്നുള്ളൂ. പിന്നെന്താണ്, ഫസ്തിറു ഇഅ്ലാന ആലമിയ ഹുക്കൂക്കുൽ ഇൻസാൻ മിൻ ഖബല ജംഇയ്യത്തുൽ ആമ ലി മുനല്ലിമത്തുൽ ഉമമുൽ മുത്തഹിദ. ഫസ്തിറു ഇഅ്ലാന അവരെന്താണ്, ഒരു പ്രഖ്യാപനം പുറപ്പെടുവിപ്പിച്ചു. ആലമിയ ലോകത്തിൽ മൊത്തത്തിൽ. ഹുക്കൂക്കുൽ ഇൻസാൻ മനുഷ്യരുടെ അവകാശങ്ങൾ. മിൻ ഖബല ജംഇയ്യത്തുൽ ആമ ലി മുനല്ലിമത്തുൽ ഉമമുൽ മുത്തഹിദ. അതായത് ഈ ഐക്യരാഷ്ട്രസഭയിലേക്ക് വന്നിട്ടുള്ള എല്ലാ ജനങ്ങളുടെ മുമ്പിലും അവർ ചില മനുഷ്യാവകാശപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കുക. വഹാദ ഇഅ്ലാനുൽ ആലമി ലി ഹുക്കൂക്കുൽ ഇൻസാൻ അൽ മൻഷൂറു മിനൽ ഉമമിൽ മുത്തഹിദത്ത് മുക്കവ്വിനു മിൻ 30 മാദത്ത്. അതായത്
അതായത് അത് മനുഷ്യാവകാശപരമായിട്ടുള്ള 30 ആർട്ടിക്കിൾ, അതായത് 30 കാര്യങ്ങൾ അതിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. തുറക്കി സല ഇബ്രാസ് തക്രീമു ബനി ആദം. എന്താണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്താണ്? അതായത് മനുഷ്യകുലത്തിനെ ഒന്നാകെ ആദരിക്കാൻ വേണ്ടിയിട്ട്. വഹുരിയത്തുഹു ഫി തഫ്കീർ. വഹുരിയത്തുഹു എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. ഫി തഫ്കീർ എന്തിൽ? ചിന്തയിലുള്ള സ്വാതന്ത്ര്യം. വൽ മഈഷത്ത് വത്തമത്തു ബിൽ അദ്ൽ വൽ മസാവാത്ത്. അതേമാതിരി മഈഷത്ത് പറഞ്ഞാൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം. വത്തമത്തു ആസ്വദിക്കാൻ അതിൽ നീതി. വൽ മസാവാത്ത് സമത്വം. ഫി ഹക്കു ഹുസൂലു അലൽ വലായിഫ്. അതായത് ജോലിയിലേക്കൊക്കെ സമത്വത്തിനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ നൽകണമെന്ന് ഈ ഐക്യരാഷ്ട്രസഭയുടെ ഈ ഒത്തുചേരലിലൂടെ അവർ പ്രഖ്യാപിച്ചു. والتأكيد على عدم التدخل في الشؤون الداخلية والخارجية لأفراد والحكومات. അതേമാതിരി നമ്മുടെ രാജ്യത്തിന് ഉള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും പങ്കാളിയാവണമെന്നും ഇത് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ വഹ്തിറാമു ജമിയുൽ അദിയാൻ. അതുപോലെ എന്താണ് വഹ്തിറാമ് പറഞ്ഞാൽ ആദരിക്കുക. ജമിയുൽ അദിയാൻ അതായത് എല്ലാ മതങ്ങളെയും ഒരുപോലെ ആദരിക്കാൻ. മതപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും തർക്കങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭയിലൂടെ ഈ പ്രഖ്യാപനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വല ഷക്ക ഫി അന്ന കുല്ലു മാദത്ത് മിനൽ മവാദുൽ മദ്കൂറത്ത് അലാമുൻ ചെയ്ത. വല ഷക്ക സംശയമില്ല ഫി അന്ന കുല്ലു മാദ മിൻ മവാദു മദ്കൂറത്ത്. അതായത് മേൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് വളരെ നല്ല കാര്യം തന്നെയാണെന്ന് ഒരു സംശയവുമില്ല. തസ്തഹിക്കു അൽ ഇഅജാബു വത്തഖ്ദീർ. തീർച്ചയായും അതെന്താണ് പ്രശംസയും ബഹുമാനവും അർപ്പിക്കുന്നത് തന്നെയാണ്. ഇല്ല അന്നഹ തഅലു മിൻ ഖുവ്വത്തു തൻഫീദിയത്തി ലഹ. അതെന്താണ് അതിൻ്റെ ശക്തിയോടുകൂടി വേണ്ട പോലെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ മേൽ പറഞ്ഞ സ്വാതന്ത്ര്യ സമത്വം എന്നുള്ള മനുഷ്യാവകാശങ്ങൾ എന്താണ് ശരിക്കും ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഫതക്കൂന് ഹബ്ര അല വറക്ക. അതെന്താണ് അതിൻ്റെ മഷി അതെന്താണ് പേജുകളിൽ ഒരു മഷിയായിട്ട് തന്നെ അവശേഷിച്ചു എന്നാണ് പറയുന്നത്. ഫതബക്കി കന്നഹ മുഖ്തലിഹാത്തും വതൗജീഹാത്തും ഫഹസ്ബ. അതെന്താണ് ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമായിട്ട് അത് അവിടെ തന്നെ കിടക്കുകയാണ്. അതായത് അത് പറഞ്ഞ പോലെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഈ വരി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹബദു ലൗ കാനത്ത് ഹാദിൽ ഹുക്കൂക്കും മുവജ്ജഹ. അതായത് ഇത് ശരിയായി നടപ്പിലാക്കുകയാണെങ്കിൽ എത്ര നന്നായിട്ടുണ്ടായേനെ എന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ പറയുന്നത്. ഈമാനും വഹ്തിസാബ്. അതെന്താണ് നല്ല വിശ്വാസവും വഹ്തിസാബ് നല്ലതുമായതിന്. ദവാഫിയു ആഖ്റുയ. അതായത് ആഖിറത്തിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് വിചാരിച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായേനെന്ന് പറയുന്നത്. മബ്നിയത്ത് അല മഹാഫത്ത് റബ്ബുൽ ആലമീൻ. അതുപോലെ എന്താണ് നമ്മുടെ ലോകരക്ഷിതാവായ അള്ളാഹുവിന് മുമ്പിൽ നമുക്ക് ഭയത്തോടെ ഇത് ചെയ്യുകയാണെങ്കിൽ. ഫിസിറു വൽ എൽനു വമാ ലഹറ മിഹ വമാ ബത്തന ലി കാലത്ത് ഫഅലത്തും ഈജാബിയത്ത് അക്സർ. എന്താണ് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായേനെ. വദാലിക ലിഅന്ന ദീനു ഹനീഫ് വദ്ദിയാനാത്തുൽ ഉഖറ മുഅല്ലമഹ തഅമുറുന ബിൽ മറാഅത്തു ബിഹുഖൂഖി ബനി ആദം. അതായത് എല്ലാ മതങ്ങളും എന്താണ് കൽപ്പിക്കുന്നത്? നമ്മുടെ ഇസ്ലാമികപരമായിട്ടുള്ള മതവും അതുപോലെ മറ്റുള്ള മതങ്ങളും കൽപ്പിക്കുന്നത് എന്താണ്? മനുഷ്യരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ്. വതഅദിയത്ത് വാജിബത്തുന നഹും ദുക്കൂറ വ ഇനാസെ. പുരുഷനായാലും സ്ത്രീ ആയാലും തങ്ങളുടെ കടമകൾ എന്താണ് കൃത്യതയോടുകൂടി പൂർത്തിയാക്കണമെന്നാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ പാഠത്തിൽ അപ്പോൾ മെയിനായിട്ട് പറയുന്നത് എന്താണ്? മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ്. മനുഷ്യാവകാശങ്ങൾ എന്താണ് ഇന്ന് ലോകത്ത് നിഷേധിക്കപ്പെടുന്നു. അതായത് ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പല പ്രഖ്യാപനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും അത് എന്താണ് മനുഷ്യരുടെ അവകാശങ്ങൾ ഇന്നും നിഷേധിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. പലരും അതിനായിട്ട് പൊരുതിയിട്ടുണ്ടെങ്കിലും അപ്പോൾ എന്താണ് നമ്മുടെ കടമയാണ് നമ്മൾ ഇതിനെതിരെ പ്രവർത്തിക്കൽ എന്നാണ് പറയുന്നത്. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പാഠത്തിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മുബ്തദ എന്താ ഖബർ എന്താണ് എന്നുള്ളതാണ്. അത് ഈ പാഠത്തിലെ ഗ്രാമർപരമായിട്ടുള്ളൊരു ഭാഗമാണ്. ഇൻഷാ അല്ലാ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റീസുകളെല്ലാം ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.